എനിക്കൊരമ്മയുണ്ട്. എന്നെ പ്രസവിച്ച ആ സ്ത്രീയാണ് ഞാൻ അമ്മയായിട്ട് കരുതുന്നത്. പിന്നീട് നമ്മുടെ രീതികളുടെ ഭാഗമായി, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി പ്രായമുള്ള എല്ലാ സ്ത്രീകളെയും നമ്മൾ അമ്മമാരെന്നാണ് വിളിക്കുന്നത്. ഒരു ഭൂപടം എടുത്തു വെച്ച് ഇതാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതെൻ്റെ രാജ്യമാണ്. പണ്ട് വളരെ ഗഹനമായ വിഷയമാണ് ഡിവൈഎഫ്ഐയുടെ സാരഥികൾ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഞാനെന്നുള്ള ഒരു എളിയ പൊതുപ്രവർത്തകൻ, അതല്ലെങ്കിൽ പാർലമെന്റ് അംഗം നേരിട്ട് അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ഈ ഒരു വിഷയത്തോട് നീതി പുലർത്താൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇപ്പോൾ അധ്യക്ഷ പരാമർശങ്ങളുടെ ഭാഗമായി പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ ഭാരതാംബയുടെ ചിത്രം. എനിക്ക് ഇതുവരെ മനസ്സിലാകാത്ത കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം ഈ ഒരു രൂപത്തിലേക്ക് കൂപ്പുകുത്തിയത്. ഡൽഹിയിൽ ഒരു ചടങ്ങിൽ ഞാൻ പറഞ്ഞൊരു കാര്യം, എനിക്കൊരമ്മയുണ്ട്. എന്നെ പ്രസവിച്ച ആ സ്ത്രീയാണ് ഞാൻ അമ്മയായിട്ട് കരുതുന്നത്. പിന്നീട് നമ്മുടെ രീതികളുടെ ഭാഗമായി, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി പ്രായമുള്ള എല്ലാ സ്ത്രീകളെയും നമ്മൾ അമ്മമാരെന്നാണ് വിളിക്കുന്നത്. ഒരു ഭൂപടം എടുത്തു വെച്ച് ഇതാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതെൻ്റെ രാജ്യമാണ്. പണ്ട് ഇതേ വിദ്വാന്മാർ ഇതിനെ പിതൃഭൂമി എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ ജെൻഡർ മാറിയത് എനിക്ക് മനസ്സിലായില്ല. കാരണം എന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ RSSന്റെ സംവാദങ്ങളിലൊക്കെ അതൊരു മെയിലെ പൊടുന്നനെ അടുത്ത കാലത്തായിട്ട് അതൊരു ഫീമെയിൽ ജെൻഡറിലേക്ക് മാറി. ഇതിന് പഴയ ലിറ്ററേച്ചർ വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇവിടെ അധ്യക്ഷ പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ ഒരു ഭാരതാംബയുടെ ചിത്രം വെച്ചതുകൊണ്ട് ഒരു അമ്പരപ്പ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ആ അമ്പരപ്പ് പോയി കഴിഞ്ഞു. എന്താ കാരണം? മഹാത്മാഗാന്ധിയുടെ വധത്തിൽ പ്രതിയായിരുന്ന സവാർക്കറുടെ ചിത്രം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് നേരെ എതിർവശം പ്രതിഷ്ഠിച്ച ഒരു രാഷ്ട്രീയം ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു പാർലമെന്റ് സെൻട്രൽ. സാങ്കേതികമായിട്ട് വേണമെങ്കിൽ സവാർക്കർ ഗാന്ധി വധത്തിൽ പ്രതിയായിരുന്നില്ല എന്ന് വേണേൽ വാദിക്കാം, അല്ലെങ്കിൽ ഉത്തരവാദിയായില്ല എന്ന് വാദിക്കാം. പക്ഷേ അദ്ദേഹം തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കപ്പെട്ട ഒരാളായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് 60കളിലെ കപൂർ കമ്മീഷനിൽ കൃത്യമായി പറയുന്നുണ്ട് സവാർക്കർക്ക് ഗാന്ധിവധത്തിൽ പങ്കുണ്ട്. അപ്പൊ അങ്ങനെ ഗാന്ധിവധത്തിൽ പങ്കുള്ള ഒരാളുടെ ചിത്രം രാഷ്ട്രപിതാവിന്റെ ചിത്രത്തിന് നേരെ എതിർവശം പ്രതിഷ്ഠിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് ഇത് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജ്ഭവനിൽ ഭാരതാംബ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ ഹൈക്കോടതിയിലും അത് ആവർത്തിക്കും. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമാണ് RSS. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ അതിനിശിതമായി വിമർശിച്ച ഒരു പ്രസ്ഥാനമാണ് RSS. RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ആ കോപ്പികളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഒരു വിദ്യാർത്ഥിയായി ഡൽഹിയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് തീൻമൂർത്തി ലൈബ്രറിയിൽ നിന്ന് ഓർഗനൈസറിന്റെ ആ പകർപ്പുകൾ ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഭരണഘടന ചവറ്റുകൊട്ടയിൽ എറിയപ്പെടണമെന്നുള്ളതായിരുന്നു ഓർഗനൈസറിന്റെ മുഖപ്രസംഗത്തിൽ. അതുപോലെ എന്തുകൊണ്ട് ഈ ത്രിവർണ്ണ പതാക നമ്മുടെ സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നതല്ല എന്ന് വാദിക്കുന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെ. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന
പാർലമെന്ററി ഡെമോക്രസിയുടെ സ്ഥിതി എന്താണ്? അതാണ് ഒരുപക്ഷെ ഈ ഒരു ടോക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സംവാദത്തിൻ്റെ ഇതിവൃത്തമായി ഇതിൻ്റെ സംഘാടകർ മുമ്പോട്ട് വെച്ചത്. ഞാനൊരു മാധ്യമ പ്രവർത്തകനായിട്ട് ആദ്യം ഡൽഹിയിലെത്തുന്നത് 80കളുടെ അന്ത്യത്തിൽ. ഇത് വെച്ച് എൻ്റെ സ്നേഹിതൻ താജുദ്ദീൻ ഇങ്ങനെ വിരലക്കൂട്ടി എൻ്റെ പ്രായം കണക്കൂട്ടാൻ പരിശ്രമിക്കുന്നുണ്ട്. ചെയ്യരുത്. 80കളുടെ അന്ത്യത്തിൽ അന്ന് ഇന്ത്യൻ പാർലമെന്റ് രാജീവ് ഗാന്ധി 4/3 ഭൂരിപക്ഷത്തിന് ഭരിച്ചുകൊണ്ടിരുന്നു. ഇവിടെ സുരേഷ് കുറുപ്പൊക്കെ ഉണ്ട്. കുറുപ്പിന്റെ മോനിവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. 4/3 ഭൂരിപക്ഷത്തിന് അന്ന് സുരേഷ് കുറുപ്പിനെ പോലെ എനിക്ക് തോന്നുന്നു 3 MP മാത്രമേ കേരളത്തിൽ ജയിച്ചിട്ടുള്ളൂ. തമ്പാ തോമസ്, സുരേഷ് കുറുപ്പ്, പിന്നെ ആരായിരുന്നു ഒരാൾ ഉണ്ണികൃഷി, KP ഉണ്ണികൃഷി. ഇപ്പം ലോകസഭയുടെ ആ പച്ച വിധാനത്തിന്റെ ഒരു മൂലയിലേക്കായിരുന്നു പ്രതിപക്ഷം ഒതുങ്ങി. 4/3 ഭൂരിപക്ഷം. എല്ലാ ഡ്രോയിലും ഇങ്ങനെ കോൺഗ്രസ് MP ഒരു സാന്നിധ്യം. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പാർലമെന്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു എംബറർ പ്രവേശിക്കുന്ന രീതിയിൽ. അത് കാരണം എന്ന് വെച്ചാൽ ബാക്കി എല്ലാ കോൺഗ്രസ് MP ഇങ്ങനെ ഡെസ്കിൽ ഇങ്ങനെ കൈയിടിച്ചത് ആയിരുന്നു. പക്ഷെ അന്ന് ഒപ്പോസിഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പാർലമെന്ററി ഡെമോക്രസിക്ക് പോർലേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം സ്ഥാപനങ്ങൾ തകരുന്നതാണ്. സ്ഥാപനങ്ങളുടെ ഇറോഷൻ. ഒപ്പോസിഷൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒരുപക്ഷെ പാർലമെന്ററി ഡെമോക്രസിയെ ഏറ്റവും കൂടുതൽ പ്രോപ്പപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഒപ്പോസിഷൻ. അന്ന് ഒപ്പോസിഷൻ ബെഞ്ചിലുണ്ടായിരുന്ന ആൾക്കാർ ഇന്ദ്രജിത് ഗുപ്ത, സോംനാഥ് ചാറ്റർജി, മധു ദന്തവതി, ഉണ്ണികൃഷ്ണൻ, അവരൊക്കെ എഴുന്നേറ്റ് നിന്നാൽ അവരൊക്കെ ആദരിക്കപ്പെടും. അവർ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. നമ്മുടെ ചെറുപ്പക്കാരൻ കുറുപ്പണിക്കൊന്ന് ആദ്യമായിട്ട് ലോകസഭയിൽ വരുന്ന. പക്ഷെ ഇന്ന് പ്രതിപക്ഷം എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഇന്ത്യൻ പാർലമെന്റ് ഉൾക്കൊള്ളുന്നില്ല. ഒരുപക്ഷെ പാർലമെന്ററി ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇഗ്നോർ ചെയ്യപ്പെടും. 2, പാർലമെന്ററി ഭരണഘടന വിഭാവനം ചെയ്യുന്ന പാർലമെന്ററി ഡെമോക്രസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനമെന്ന് പറയുന്നത് ദ അക്കൗണ്ടബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ദി ലെജിസ്ലേച്ചർ. അതാണ് ഏറ്റവും പ്രധാനം. ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങൾ ജനങ്ങളോട് ബാധ്യസ്ഥരാണ്. വി ആർ അക്കൗണ്ടബിൾ ടു ദ പീപ്പിൾ. ഞങ്ങളുടെ സഭയായിട്ടുള്ള പാർലമെന്റിനോട് എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിൾ. ഇനി വേറെ 2 പില്ലേഴ്സ് ഉണ്ട്. ജുഡീഷ്യറി, അതുപോലെ തന്നെ മീഡിയ ഒരു പില്ലറാണെന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് ആണ് ഇന്ത്യൻ പാർലമെന്ററി ഡെമോക്രസി. എക്സിക്യൂട്ടീവ് പാർലമെന്റിനോട് അക്കൗണ്ടബിൾ ആണ് എന്ന് എക്സിക്യൂട്ടീവ് പോലും പറയാത്തൊരു കാലമാണ്. കാരണം എന്ന് വെച്ചാൽ അതെന്തോ മോശമാണ് എന്ന് എക്സിക്യൂട്ടീവിന് ധരിക്കുന്നു. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എത്ര സമയം ഇന്ത്യൻ പാർലമെന്റിൽ ചെലവഴിച്ചു എന്നുള്ളൊരു ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചപ്പോൾ ഒരുപക്ഷെ പാർലമെന്റ് സമ്മേളിക്കുന്ന സിറ്റിംഗ്സിന്റെ ഒരു കണക്കെടുത്താൽ, അതിന് ദൈർഘ്യം എടുത്താൽ ഒരു 0.001% പണ്ടൊരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. അതായത് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് വെളിയിൽ പോകാൻ പാടില്ല. ഹി ഷുഡ് ബി ഇൻ ദ കൺട്രി. 2, ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ്സും പ്രധാനമന്ത്രിയോ മിനിസ്റ്റേഴ്സോ പാർലമെന്റിന് വെളിയിൽ നടത്താൻ പാടില്ല. ദേ ഷുഡ് മേക്ക് ദോസ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഹൗസ്. ഒന്നിലോ രാജ്യസഭയിൽ, ലോക്സഭ. 3ാമതൊരു ഘടകം കൂടി ഉണ്ടായിരുന്നു. അതായത് പ്രധാനപ്പെട്ട ഡിസ്കഷൻസിന് പ്രധാനമന്ത്രി തന്നെ മറുപടി പറയും. 4ാമത് എല്ലാ പ്രധാനമന്ത്രിമാരും സ്വന്തം നിലയ്ക്ക് ചില വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അത് കൈകാര്യം ചെയ്യുന്നു. ഇപ്പം പേഴ്സണല്, സ്പേസ്, അങ്ങനെയുള്ള ചില വകുപ്പ്. മുൻ പ്രധാനമന്ത്രിമാരൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 4/3 ഭൂരിപക്ഷത്തിന് വിരാജിച്ചിരുന്ന രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ളവർ
അവർ കൃത്യമായി അവരുടെ വകുപ്പുകളുടെ ചോദ്യോത്തരവേള നടക്കുന്ന ആ ദിവസം പാർലമെന്റിൽ സന്നിഹിതരാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് പ്രധാനമന്ത്രി തന്നെ എഴുന്നേറ്റ് പ്രതികരിക്കും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇതുവരെ ഒരു ചോദ്യത്തോടും പ്രതികരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. നോക്കുക, എങ്ങനെയാണ് ഒരു വലിയൊരു ഗ്രേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ഇറോഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ അടിവരടിയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പാർലമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും സിറ്റിംഗ്സ് ഉള്ളതല്ല. ഈ പാർലമെന്റിനെ യഥാർത്ഥത്തിൽ സചേതനമായി നിർത്തുന്നതിൻ്റെ കമ്മിറ്റി സംവിധാനമാണ്. ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റീസ് ഉണ്ട്. ഏതെങ്കിലും ഒരു വകുപ്പ്, ഞാനിപ്പോൾ ഫോറിൻ അഫയേഴ്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ്. അപ്പോൾ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിരന്തരമായിട്ട് യോഗം ചേർന്നുകൊണ്ടിരിക്കും. ആ മേഖലയിലെ പോളിസികളെ കുറിച്ച് അപഗ്രഹിക്കും. ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ മീറ്റിങ്ങുകളുടെ എണ്ണം താഴേക്ക് പോയി. മുമ്പ് 70% ഓഫ് ദ ബിൽസ് used to be referred to the standing committees. അതായത് ഒരു ബില്ല് പാർലമെന്റിലേക്ക് വന്നാൽ, രാജ്യസഭയിലോ ലോക്സഭയിലോ അവതരിപ്പിച്ചാൽ ഒരു 70-75% ഒരു പ്രധാനപ്പെട്ട ഒരു പീസ് ഓഫ് ലെജിസ്ലേഷൻ ആണെങ്കിൽ ദാറ്റ് വുഡ് ബി ഡെഫിനറ്റ്ലി റെഫേർഡ് ടു ദി സ്റ്റാൻഡിംഗ് കമ്മിറ്റി. എന്താ കാരണം എന്ന് വെച്ചാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് കുറേ കൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് നിങ്ങളെയൊക്കെ വിളിച്ച് വേണം എവിഡൻസ് സ്വീകരിക്കാം, എക്സ്പേർട്സിനെ എടുക്കാം, സിറ്റിംഗ്സ് പുറത്ത് നടത്താം, ഒരുപാട് ആൾക്കാരെ കൊണ്ടുവന്ന് ഒരുപാട് ക്രോസ് സെക്ഷൻ ഓഫ് ആൾക്കാരിൽ നിന്ന് ഒപ്പീനിയൻ എടുക്കാം, എൻ്റെ പാർട്ടിസിപ്പൻസ്, പ്രിൻസിപ്പൽ ആക്ടേഴ്സ് എല്ലാവരെയും കൊണ്ടുവരാം. പക്ഷെ ഇന്ന് ഈ 70% എന്നുള്ളത് ഇറ്റ് ഹാസ് കം ഡൗൺ ടു 17% എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ലെജിസ്ലേഷൻസ് ഒരു കാരണവശാലും ഒരു പെറൂസിൽ, ഒരു അനാലിസിസിൽ വിധേയമാകരുത് എന്ന് നമ്മുടെ ഭരണകർത്താക്കൾ ഇപ്പോൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പാസ്സാക്കിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ലെജിസ്ലേഷൻ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് 3 ക്രിമിനൽ നിയമങ്ങൾ, IPC-ക്കും CRPC-ക്കും എവിഡൻസ് ആക്ടും. അതിലൂടെ താവജീന് ഇതിന് പകരം വന്ന ആ നിയമങ്ങളുടെ പേരെന്ന് പറഞ്ഞു കേരള ഹൈക്കോടതിയിലെ സീനിയറായിട്ടുള്ള അഭിഭാഷകർക്ക് പോലും ഈ 3 നിയമങ്ങൾക്ക് പകരമായി വന്ന 3 നിയമങ്ങളുടെ പേര് ഒടുങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇവിടെ ആരെങ്കിലും അറിയോ? ഇല്ല, അറിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി പറഞ്ഞു, എനിക്കറിയില്ല ഈ 3 നിയമങ്ങളാണ് പകരം വെച്ചത്. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കണം കേട്ടാ. ഇത് ഇവിടെയുള്ള അഭിഭാഷകർക്ക് ഇത് അറിയില്ല എന്നുള്ള കാര്യം അത് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കറിയില്ല. ആകെ ഭാരതീയ ന്യായ സംഹിതയൊക്കെ ഞാൻ പറയും. അത് കഴിഞ്ഞ് 2ാമത് 3ാമതിലേക്ക് വരുമ്പോൾ ഞാൻ പെട്ടുപോകും. സാൻസ്ക്രിറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്, ലെജിസ്ലേഷൻ ദ ടൈറ്റിൽ ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ്. ഡെഫിനറ്റ്ലി പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സംവിധാനത്തിൻ്റെ ഹുബ്രിസ് നമ്മുടെ രീതികൾക്കും സംസ്കാരങ്ങൾക്കും മേലെ ഇങ്ങനെ ചവിട്ടി മെതിക്കുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ 3 നിയമങ്ങൾ പാസ്സാക്കിയപ്പോൾ ഞങ്ങൾ സസ്പെൻഷനിലാണ്. 141 MP-മാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ടാണ് ഈ 3 ക്രിമിനൽ നിയമങ്ങളും പാസ്സാക്കി. നോക്കുക, അതുപോലെ ടെലികോം ബില്ല്, ഡിജിറ്റൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല്. ഒരു പക്ഷേ ഇവിടെ ഇത് പറയുമ്പോൾ അതൊരു നിങ്ങൾക്ക് വേണം വിരസത രൂപപ്പെടാം. എന്താ കാരണം വെച്ചാൽ പക്ഷേ ഞാൻ അതിങ്ങനെയല്ല കാണുന്നത്. ലോ മേക്കറിൽ ഞാൻ കാണുന്നത് വെച്ചാൽ നമ്മളെ മാത്രമല്ല വരും തലമുറകളെ കൂടി സ്വാധീനിക്കുന്ന, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളൊക്കെ ഒരു പെറൂസലില്ലാതെ, അനാലിസിസ് ഇല്ലാതെ, ചർച്ചയില്ലാതെ, ഡ്യൂ ഡിലിജൻസ് ഇല്ലാതെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? അതുകൊണ്ടാണ് മുൻ ന്യായാധിപനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രമണ പറഞ്ഞത്, ഇതിങ്ങനെ ദോശ ചുട്ടെടുക്കുന്ന പോലെയാണ് നിങ്ങൾ നിയമങ്ങൾ പാസ്സാക്കുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹം അങ്ങനെ പറയേണ്ടതല്ല, പക്ഷേ സൗമ്യനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഇന്നത്തെ കാലത്ത് ജഡ്ജിമാരൊന്നും വളരെ അപൂർവം മാത്രമേ എക്സിക്യൂട്ടീവിനോട് കൊമ്പ് ഓർക്കുന്നത് ഞാൻ കാണാറുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ അഥവാ ഇപ്പം നമ്മുടെ കണ്ണിൽ
എന്താ പറയുക, പൊടിയിടാൻ വേണ്ടിയിട്ട് ഘനപ്പെട്ട കാര്യങ്ങളിൽ എക്സിക്യൂട്ടീവിനോടൊപ്പം നിൽക്കുകയും സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങളിൽ വേണമെങ്കിൽ ഒരു ഒപ്റ്റിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് നിൽക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ജുഡീഷ്യറി മാറും.